എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത്. എല്ലാ ചരാചരങ്ങളും ഒരു ഏകമായ സത്യത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ എല്ലാ ചരാചരങ്ങളും അതിൻ്റെ പരിണാമ ദശയിലൂടെ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തി നിൽക്കുന്നത് മനുഷ്യരിലാണ്. അത് മനുഷ്യരിലാണ് എന്ന് പറയാൻ കാരണം മനുഷ്യനാണ് മറ്റു ജീവജാലങ്ങളെക്കാളും അവബോധം അല്ലെ തിരിച്ചറിവുള്ളത്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, അറിവുണ്ട്, ജ്ഞാനം നേടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റു മൃഗങ്ങളിൽ നിന്നും ചരാചരങ്ങളിലെല്ലാം വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ അവബോധമാണ്, അവെയർനെസ് ആണ്. ഈ അവെയർനെസ് തന്നെയാണ് നമ്മുടെ സ്രോതസ്സിലേക്കുള്ള തിരിച്ചുപോക്കിന് ആവശ്യമായിട്ടുള്ള ടോർച്ച് അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയാം. ഈ വെളിച്ചം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിലേക്ക് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ കിട്ടിയിട്ടുള്ള അറിവ്, അവബോധം, അവെയർനെസ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൗതികതയിലെ എങ്ങനെ സുഖം കണ്ടെത്താം, പുറത്തുള്ള വസ്തുക്കളിലും വ്യക്തികളിലും എങ്ങനെയാണ് നമുക്ക് അത് സന്തോഷത്തിന് ഉതകം ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, പുറത്തേക്കുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ശാസ്ത്രം വളരുന്നത്. ശാസ്ത്രം ഒരു പരിധിവരെ മനുഷ്യൻ്റെ സുഖകരമായ ജീവിതത്തിന് ഉതകുന്നുണ്ട് എന്നെങ്കിലും പക്ഷെ പരമമായ ശാന്തിയിലേക്ക് ശാസ്ത്രം ഒരിക്കലും ഒരാളുടെ മനഃശാന്തി, സമാധാനം, സന്തോഷത്തിന് ഉതകുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ വന്നിട്ടുള്ള രണ്ട് വിവാഹിതരായിട്ടുള്ള വ്യക്തികളുടെ ചോദ്യങ്ങളുടെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവര് പറയുന്നത്, പല ഗുരുക്കന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ബ്രഹ്മചര്യത്തിലൂടെ മാത്രമേ പരമമായ സത്യം അറിയാൻ സാധിക്കൂ. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ വിവാഹം കഴിച്ചവരാണ്, നമ്മൾക്ക് എങ്ങനെയാണ് ഈ പരമമായ ആത്മസത്യം നേടിയെടുക്കുക അല്ലെങ്കിൽ അറിയാൻ സാധിക്കുക? മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാച്ചിലറെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രശ്നമില്ല, അവർ ഏകനാണ്. എന്നാൽ ഇണയോട് കൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ ഗൃഹ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, ഗാർഹസ്ഥ്യത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആത്മീയമായി ജീവിക്കാനും ആ പരമ സത്യം അറിയാനും എങ്ങനെയാണ് സാധിക്കുക? കാരണം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അവിടെ ഒരു വിലങ്ങുതടിയല്ലേ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹധർമ്മിണിയെ അല്ലെങ്കിൽ സഹധർമ്മനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്തമമായിട്ടുള്ള കാര്യമല്ലേ. കാരണം അതിൽ നിന്ന് നമുക്ക് വിട്ടുവെക്കാൻ സാധിക്കുമോ? അപ്പം നമുക്ക് എങ്ങനെയാണ് ബ്രഹ്മചര്യം നേടാൻ സാധിക്കുക, അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിലൂടെ എങ്ങനെയാണ് അത് ആത്മസത്യം നേടാൻ സാധിക്കുക എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. ഏതൊരു ഗൃഹ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്കും ആ ചോദ്യം ഉണ്ടാവാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മസത്യത്തിലേക്ക് പല മാർഗങ്ങളും യോഗ്യാചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് യോഗമാർഗം, ക്രിയാമാർഗം, അതായത് യോഗമാർഗം എന്ന് പറഞ്ഞാൽ ക്രിയായോഗ, അങ്ങനെയുള്ള മാർഗങ്ങൾ, ധ്യാനമാർഗം, അതുപോലെ പിന്നെ ഭക്തിമാർഗം, ജ്ഞാനമാർഗം, ഇങ്ങനെ പല മാർഗങ്ങളും പറയുന്നുണ്ട്. ഈ മാർഗങ്ങളൊക്കെ ഒരു പരമമായ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എല്ലാവരെയും എത്തിക്കുന്നത്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് പലപ്പോഴും ഗുരുക്കന്മാര് ബ്രഹ്മചര്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ബ്രഹ്മചര്യത്തിൽ
ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ സഞ്ചരിക്കുന്നവൻ ആരോ അവനാണ് ബ്രഹ്മചാരി. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ലൈംഗികതയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനെ മാത്രമല്ല ബ്രഹ്മചാരി എന്ന് പറയാം. ലൈംഗികതയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അയാൾക്ക് പരമമായ ലക്ഷ്യം നേടാനോ അതിലേക്ക് എത്താനോ സത്യം അറിയാനോ മോക്ഷം നേടാനോ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ബ്രോഡ് സെൻസിലാണ്, വിശാലമായ ഫ്രെയിമിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. പൂർണ്ണമായിട്ടും തന്നെ സമർപ്പിച്ച്, ഈശ്വരനെ സമർപ്പിച്ച് അല്ലെ ആത്മാവിനെ സമർപ്പിച്ച് തന്നെ പൂർണ്ണമായിട്ടും അതിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിച്ച് അതിലൂടെയുള്ള ഒരു യാത്രക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ബ്രഹ്മചര്യം എന്ന് പറയേണ്ടത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ലൈംഗികത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി ആത്മീയതയിലേക്ക് നീങ്ങുന്നത് അല്ലെങ്കിൽ ആത്മാന്വേഷിയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അയാളെ സന്തോഷിപ്പിക്കുന്നില്ല എന്ന് അയാൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. പൂർണ്ണമായിട്ടും ഭൂമിയിലുള്ള ഒരു വസ്തുവും അയാളെ പൂർണ്ണമായിട്ടും സന്തോഷിപ്പിക്കാൻ പര്യാപ്തമല്ല എന്ന് അയാൾക്ക് ബോധ്യമാവുന്ന ഒരു മൊമെന്റിലാണ് അയാൾ ആത്മീയനാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ആ നിമിഷം വരെ അയാൾ ഭൗതികൻ തന്നെയാണ്. കാരണം അയാൾക്ക് പൂർണ്ണമായ ഒരു വൈരാഗ്യം വരുമ്പോൾ മാത്രമേ പ്രപഞ്ചം എന്ത്, ഞാനാര്, ഈ ലോകം എന്താണ്, ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാര്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അയാളെ മനസ്സിൽ ജനിക്കുകയുള്ളൂ. അപ്പോൾ ജനിക്കുകയും മാത്രമല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കും. ജനിക്കാൻ സാധാരണഗതിയിലും ഒരു ഭൗതികനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദ്യങ്ങളെല്ലാം വരാം. പക്ഷെ പൂർണ്ണമായിട്ടും വൈരാഗ്യം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആത്മാന്വേഷണം തുടങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ആത്മാന്വേഷണം നടത്താൻ പാടുള്ളൂ. ലസ്റ്റ് അഥവാ കാമം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും അയാൾ പൂർണ്ണമായിട്ടും ആത്മീയതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം. കാമം അവസാനിക്കുന്ന ഒരു മൊമെന്റിൽ മാത്രമേ അയാൾ ആത്മീയതയിലേക്ക് വരുന്നുള്ളൂ. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഭൗതികമായ ലസ്റ്റ് അല്ലെങ്കിൽ കാമം എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രമല്ല, പൂർണ്ണമായിട്ട് എല്ലാ ആഗ്രഹങ്ങളും അയാളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഭൗതികനായിട്ട് ജീവിക്കുന്നതാണ് നന്നത്. അതായത് ഭൗതികമായ വസ്തുക്കളും വ്യക്തികളും ഒരാൾക്ക് സന്തോഷമോ സുഖമോ സമാധാനമോ നൽകുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് അയാൾക്ക് ലഭിക്കുമ്പോഴാണ് അയാൾ തന്നിലേക്ക് തന്നെ തിരിച്ച് തൻ്റെ സോഴ്സിലേക്ക് പോകണം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴും മാത്രമേ അയാൾ യഥാർത്ഥ ആത്മീയനാകുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മളെ പോയിന്റിലേക്ക് വരാം. രണ്ട് വിവാഹം കഴിച്ച വ്യക്തികൾ ആത്മീയതയിലേക്ക്, അതായത് ഭാര്യയും ഭർത്താവും ആത്മീയതയിലേക്ക് ജീവിക്കാൻ, ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതായത് വിവാഹിതരായ രണ്ടുപേര് പൂർണ്ണമായും ആത്മീയമായി ജീവിക്കാൻ തയ്യാറാവുമ്പോൾ അവർ പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും. അതേസമയത്ത് ഒരാൾ ആത്മീയമായിട്ട് ജീവിക്കാൻ തൽപരനാണ്, അതേസമയത്ത് വിവാഹം കഴിച്ച മറ്റാൾക്ക് അതിൽ താല്പര്യമില്ല. അയാൾ ഭൗതികമായ സുഖങ്ങളും ജീവിതവും ഒക്കെയാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കും, പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പം അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം ധാരണയിൽ ഒരാൾക്ക് ആത്മീയമായിട്ടാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ സത്യാന്വേഷണം ആണ് അയാളുടെ പരമമായ ലക്ഷ്യം, ആത്മസാക്ഷാത്കാരമാണ്. മറ്റേയാൾ പറയാൻ എനിക്ക് ഭൗതികമായിട്ടാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നതായിരിക്കും നന്നാവും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഷോക്കാവേണ്ട ആവശ്യമില്ല. അത് സാധാരണഗതിയിൽ രണ്ട് രീതി അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കുന്നത്. ഇപ്പം ഭൗതികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും നമ്മൾ ഡിവോഴ്സിലേക്ക് എത്തുന്നത് കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിവാഹം കഴിച്ച ഒരാൾ ആത്മീയമായിട്ട് ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ ഭാര്യയും അതില്ലെങ്കിൽ ഭർത്താവും പരസ്പര ധാരണയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഒന്ന് പറയാൻ കാരണം, അതായത് ഭക്തിയിലൂടെ ഒരാൾക്ക് ആത്മീയമായ ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നു എന്നതുപോലെ തന്നെ
ലൈംഗികതയിലും കൂടെ തന്നെയും അയാൾക്ക് രണ്ടുപേരും പരസ്പര ധാരണയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആത്മീയ ഉയർച്ചയിലേക്ക് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ തന്ത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. തന്ത്രയിൽ പഞ്ചമകാരങ്ങളിൽ മൈഥുനം ഇതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ സെക്സിൽ ഏർപ്പെട്ടത് കൊണ്ട് അയാളുടെ ആത്മീയമായ ലൈഫ് നഷ്ടപ്പെടുന്നില്ല. അതായത് സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് ഒരു പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വരദാനം തന്നെയാണ്. ആ വരദാനം എന്ന് പറഞ്ഞാൽ അതിനെ ആ സെക്ഷൽ എനർജി തന്നെയാണ് ട്രാൻസ്ഫോം ആയിട്ട്, ലൈംഗികമായ ഊർജം തന്നെയാണ് ട്രാൻസ്ഫോം ആയിട്ട് ഡിവൈൻ ഊർജമായി മാറുന്നത്. അപ്പോൾ പരസ്പരമായിട്ട് രണ്ടുപേര് ലൈംഗികമായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകൾ, അവരിൽ ലസ്റ്റ് അല്ലെങ്കിൽ കാമം പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ലെങ്കിൽ അവർ പരസ്പരം സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ തന്നെ ഈ എനർജിനെ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഒരാളുടെ പാർട്ണർ പരസ്പരം നല്ല ധാരണയുണ്ടെങ്കിൽ ഈ പുരുഷന്റെ, ഇപ്പൊ സാധാരണഗതിയിൽ പുരുഷന്റെ എനർജിയാണ് ലോസ് ആവുക. സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ പുരുഷന് സെമൻ നഷ്ടപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും അയാൾ എക്സോസ്റ്റഡ് ആവും. അപ്പോൾ അയാൾ സെമൻ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ശുക്ലം നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ടും സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെ അതായത് പൂർണ്ണമായിട്ട് ഉദ്ധാരണത്തിലെത്തി അല്ലെങ്കിൽ സെക്ഷൽ പീക്കിലെത്തി ആ പീക്ക് ഘട്ടത്തിലെത്തുമ്പോൾ അയാൾ പൂർണ്ണമായിട്ടും അതിനെ പിൻവലിയുകയാണെങ്കിൽ, എനർജി നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ സെമൻ പുറത്തേക്ക് കളയാതെ അയാൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വലിയുകയാണെങ്കിൽ അയാളിൽ സെക്ഷൽ എനർജി നഷ്ടപ്പെടുന്നില്ല. പരസ്പരം അത് അല്ലെങ്കിൽ അയാൾക്കത് ട്രാൻസ്ഫോം ആവാനാണ് സാധിക്കുക. അതായത് ആ എനർജി അവിടെ നിന്നുകൊണ്ട് തന്നെ പരസ്പരം ലൈംഗിക കേളിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും രണ്ടുപേരും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ ബന്ധം പൂർണ്ണമായിട്ടും അവർ ഇപ്പം പരസ്പരം എന്താ പറയുക, രണ്ടുപേരും അഭിമുഖമായി ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ സെക്ഷൽ ഓർഗാനൊന്നും പുറത്തേക്ക് ഊരാതെ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ എനർജിനെ ഇവർക്ക് മേലേക്ക് ഉയർത്താൻ സാധിക്കും. അതായത് സെക്ഷൽ കോണ്ടാക്റ്റിനെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഈ എനർജിനെ മേലേക്ക് ബ്രീത്തിങ്ങിലൂടെ ഉയർത്താൻ സാധിക്കും. അങ്ങനെ ആ എനർജിനെ അവർക്ക് ട്രാൻസ്ഫോം ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ പരസ്പരം ഇതുപോലെ എങ്ങനെ എല്ലാ പ്രാവശ്യവും, അതായത് എപ്പോഴെപ്പോഴൊക്കെ അവർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കാമം വരുന്നുണ്ട് സമയത്ത് ഈ ആത്മീയമായി ജീവിക്കുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാര് അവര് പരസ്പരം ബന്ധപ്പെടുന്നതൊന്നും തെറ്റില്ല. അപ്പൊ അവരുടെ സ്നേഹവാത്സല്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ സെക്ഷൽ ഇന്റർകോഴ്സും അതിൻ്റെ ഒരു ഭാഗമാക്കുക. എന്നാലും പരസ്പര ധാരണയിൽ അല്ലെങ്കിൽ പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ എനർജിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെമൻ പുറത്തേക്ക് കളയാതെ, അതായത് സ്ത്രീ ആണെങ്കിലും സ്ത്രീക്ക് അവരുടെ പീക്കിലെത്തുമ്പോൾ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നിട്ട് ഇതിനെ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ സെക്ഷൽ എനർജി മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപ്പുരത്തിലേക്കും, മണിപ്പുരത്തിൽ നിന്ന് അനാഹതയിലേക്കും, അനാഹതയിൽ നിന്ന് അത് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് അത് ആജ്ഞയിലേക്കും ഉയർന്ന് മേലേക്ക് ഉയർന്നു പോകും. അത് ആ പൊസിഷനിൽ നിന്ന് ഇപ്പൊ സെക്ഷൽ പൊസിഷനിൽ തന്നെ നിൽക്കുമ്പോൾ അവർ പരസ്പരം കെട്ടിപ്പുണർന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഉണർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനെ അവർക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതായത് ബ്രീത്തിങ്ങിലൂടെ ബ്രീത്ത് എടുത്തിട്ട് ഈ ഓരോ കേന്ദ്രങ്ങളെയും അവർ പരസ്പരം ധ്യാനിച്ചുകൊണ്ട്, അതായത് ഇപ്പം മൂലാധാരത്തിൽ ലം 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 എന്ന മന്ത്രമാണ് സാധാരണ ചെയ്യുക. അപ്പൊ ലം എന്ന മന്ത്രം ചെല്ലുക, അതായത് മൂലാധാര കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ലം എന്ന മന്ത്രം ചെല്ലുക. അതുപോലെ സ്വാധിഷ്ഠാന കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വം 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 എന്ന മന്ത്രം ചെല്ലുക. അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പൂർണ്ണമായിട്ടും എനർജിനെ പൂർണ്ണമായും മേലേക്ക് ഉയർത്താൻ സാധിച്ചാൽ, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിച്ചെന്ന് വരില്ല. പരസ്പരം ഒരുപാട്
പ്രാക്ടീസിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്ത്രയുടെ പ്രധാന വശം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലൈംഗികമായ ലസ്റ്റ്, അതായത് കാമത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സിനെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കണമെങ്കിൽ അതിൽ നിന്നുകൊണ്ട് തന്നെ, കാമം നിവർത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മുക്തനാവൂ എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ കാലവും ഈ കാമത്തിൽ നിന്ന് നമ്മൾ അള്ളിപ്പിടിച്ച് നിൽക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഈ സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിക്കൊണ്ട് തന്നെ അയാളിൽ കാമം ജനിച്ച സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് ഉയരാൻ പറ്റും. അതായത് ആ ട്രാൻസ്ഫോം ആകുമ്പോൾ, എനർജി ട്രാൻസ്ഫോം ആകുമ്പോൾ ഈ ഇവരുടെ എനർജി ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപ്പൂരത്തിലേക്കും മണിപ്പൂരത്തിൽ നിന്ന് അനാഹതയിലേക്ക് അറ്റ്ലീസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഈ ലസ്റ്റ് കുറഞ്ഞു വരും, കാമം കുറഞ്ഞു വരും. അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. പിന്നെ അതായത് ഈ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ആവശ്യം തോന്നില്ല. അപ്പൊ അതിൽ നിന്നത് അവർ സ്വതന്ത്രമാവുക ചെയ്യാം. അപ്പൊ തന്ത്രയുടെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ഈ ലൈംഗികമായ ബന്ധത്തിലേക്ക് ജീവിതത്തെ തളച്ചിടാതെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാകാവുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റും. അതിന് പൂർണ്ണമായ സംതൃപ്തി വന്നവർക്ക് മാത്രമേ, അതായത് ഈ സെക്ഷൽ ഇന്റർകോഴ്സിൽ തന്നെ ഈ എനർജിനെ മേലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഓരോ കേന്ദ്രം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ മന്ത്രങ്ങൾ, അപ്പൊ ഈ മന്ത്രങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അതായത് നമ്മുടെ മൂലാധാരത്തില് നമ്മൾ ചെല്ലേണ്ട മന്ത്രം ലം ലം ലം, അതിനൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട്. അതിന്റെ ആന്തരികമായ മന്ത്രത്തിന് ഒരു ശക്തിയുണ്ട്. അപ്പൊ ലം 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 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതി അശ്വനി മുദ്ര കൂടി ഇതിനെ കൂടെ ചേർത്തിട്ട് ലം 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 എന്ന് മന്ത്രം ചെല്ലുമ്പോൾ അതിലൊരു കേന്ദ്രം ആക്റ്റീവ് ആവും. അവിടെ നിന്ന് ആ മന്ത്രത്തെ നമ്മൾ ആ എനർജിനെ വീണ്ടും മേലേക്ക് ഉയർത്തി സ്വാധിഷ്ഠാനത്തില് എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളത്തിന്റെ ഒരു ഇതാണ്. മൂലധാരത്തില് ഭൂമി ആണെങ്കിൽ ജലത്തിന്റെ ഇതാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അതായത് സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗിക അവയവം നിൽക്കുന്ന ഭാഗത്ത്. അവിടെ നിന്ന് നമ്മൾ ഈ എനർജിനെ നമ്മൾ വം 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 എന്ന മന്ത്രമാണ് ചെല്ലേണ്ടത്. അവിടെ നിന്ന് നമ്മൾ വം 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 എന്ന് മന്ത്രം ചെല്ലുമ്പോൾ അതിന് ആ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആവും. അവിടെ നിന്ന് നമ്മൾ ആ എനർജിനെ വീണ്ടും നമ്മൾ ഉയർത്തണമെങ്കിൽ നമ്മൾ മണിപ്പൂര ചക്രത്തിലേക്ക്, മണിപത്മത്തിലേക്ക് ഉയർത്തണമെങ്കിൽ രം 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 എന്ന് മന്ത്രം ചെല്ലാം. അപ്പൊ അവിടുന്ന് വീണ്ടും അത് എനർജി ഉയരും. അങ്ങനെ അതിനെ അനാഹരയിലേക്ക് നമ്മൾ എത്തിക്കുമ്പം നമ്മൾ എന്തെന്നില്ലാതെ ആനന്ദം, ഈ എനർജി പൂർണ്ണമായിട്ടും അനാഹതയിലേക്ക് എത്തിക്കിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ആനന്ദം, സുഖം, സംതൃപ്തി, അതായത് ഒരു 1000 ഓർഗാസത്തിന്റെ സുഖം അയാൾക്ക് ലഭിക്കും. അതൊക്കെ അനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിച്ച ആ അനുഭവമാണ് പറയുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഭയങ്കരമായിട്ട് പിന്നെ അവർക്ക് ലൈംഗികമായ സുഖത്തിന്റെ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് ഇത് ട്രാൻസ്ഫോം ആകാൻ പറയുന്നത്. ഈ എനർജി പൂർണ്ണമായിട്ട് തന്ത്രയിലൂടെ എനർജി ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈംഗിക ബന്ധം ആവശ്യം ഉണ്ടാവില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ താന്ത്രികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും എനർജിനെ നമുക്ക് ട്രാൻസ്ഫോം ആകാൻ ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ കൂടുതൽ ലെങ്തിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് എല്ലാവരും എങ്ങനെ ജീവിക്കണം, അതായത് താന്ത്രികമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം. ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.